അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ 15-ാം ദിവസത്തെ മജ്ലിസിലാണ്. റബീഉൽ അവ്വലിന്റെ പകുതി നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. ശ്രേഷ്ഠമായ റബീഉൽ അവ്വലിലെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിവസത്തെ മജ്ലിസാണ്. ശ്രേഷ്ഠമായ നിമിഷങ്ങളാണ്. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന, ഇബാദത്ത് വർദ്ധിപ്പിക്കേണ്ട, ദിക്ർ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട നിമിഷങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. നാഥാ, ഞങ്ങൾക്ക് നീ സ്വീകാര്യത നൽകണേ. ഞങ്ങളുടെ തെറ്റുകളൊക്കെ മാപ്പാക്കി ഹൃദയം മനോഹരമാക്കി നിന്റെ പൊരുത്തത്തിലൂടെ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങൾ സങ്കടങ്ങളൊക്കെ മാറ്റി തരണേ അല്ലാ. പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ. പലർക്കും പലവിധത്തിലുള്ള സങ്കടങ്ങളാണ്. എല്ലാവരെയും കമന്റുകൾ ഞാൻ വായിച്ചു. നാദാ, അവരുടെ പ്രയാസങ്ങൾ എന്ത്, ഏതൊരു കാര്യമാണോ, ഏതൊരു വിഷമമാണോ, ഏതൊരു രോഗമാണോ, എന്ത് കാര്യമാണോ പറഞ്ഞതെങ്കിലും ആ കാര്യം നീ റാഹത്തിലും സലാമത്തിലും ആക്കി കൊടുക്കണേ. രോഗികൾക്ക് ശിഫാ നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസ് പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തണേ. എല്ലാ ശർറുകാരിൽ നിന്നും ഫിത്നക്കാരിൽ നിന്നും കാവൽ നൽകണേ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് അവസാനം വരെ എല്ലാവരും ചൊല്ലുക. അറിയുന്നവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ധാരാളം ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസ് എത്താനത് കാരണമാണ്. എല്ലാവരും സഹകരിക്കണം. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പടച്ചോനെ, ഞങ്ങൾ ഓതിയതായ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിന്റെ സവാബിന്റെ മിസ്ല് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ റബീഉൽ അവ്വൽ 15-ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവരുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. പടച്ചോനെ, അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ സ്വർഗ്ഗം നൽകണേ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഹിഫ്ള് ലഭിക്കാൻ ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അല്ലാഹുവേ, സ്വീകരിക്കണേ. ഞങ്ങൾ ഓതിയ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഭൗതികവും അഭൗതികവുമായ ശർറുകളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ പടച്ചോനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം 5 തവണ ചൊല്ലേണ്ട ഒരു ബൈത്തുണ്ട്. അത് എല്ലാ വെള്ളിയാഴ്ചയും ഒരാൾ പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ മുഅ്മിനായിട്ടല്ലാതെ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കൂല എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ ശ്രേഷ്ഠമായ ബൈത്ത് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر ذنب العظيم. إلهي لست للفردوس أهلا
ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. സ്വീകരിക്കണേ അല്ലാ, മുഅ്മിനായിട്ടല്ലാതെ നീ പൊരുത്തപ്പെട്ട രൂപത്തിലായിട്ടല്ലാതെ മരണം ഞങ്ങൾക്ക് ഹൈറാകുന്ന സമയത്ത് ഞങ്ങളെ രോഗന നീ പിടിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഉമ്മമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നാഥാ. അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാ. ഒരു സഹോദരി അവരുടെ ഇത്താത്താന്റെ കണ്ണില് മരത്തിന്റെ കമ്പ് തട്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അല്ലാഹുവേ, ഒരു പ്രയാസമില്ലാതാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും എന്ത് പ്രയാസമാണെങ്കിലും നീക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ വേറെ സഹോദരി മുറാദുകൾ ഹാസിലാക്കി കിട്ടാൻ വേണ്ടി പഠിച്ചവൻ അവരുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്ത് അവർക്ക് ഇനി നൽകണേ അല്ലാ. വേറെ സഹോദരി മുറാദ് ഹാസിലാക്കി കിട്ടാൻ വേണ്ടി പഠിച്ചവനെ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. കഴുത്ത് വേദന മാറാൻ വേണ്ടി സഹോദരി പഠിച്ചവനെ അവരുടെ കഴുത്ത് വേദന മാറ്റി കൊടുക്കണേ. എല്ലാ വേദനകളും എല്ലാവർക്കും നീ ശിഫാ നൽകണേ റബ്ബേ. കടങ്ങൾ വീടാൻ വേണ്ടി പഠിച്ചവനെ അവരുടെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാ. വീടുണ്ടാകാൻ വേണ്ടി അവർക്ക് നീ ഖൈറായ വീട് നൽകണേ അല്ലാ. ഒരു സഹോദരി അവർക്ക് 3 ആൺകുട്ടികളാണ് പഠിച്ചവനെ അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. സ്വലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. അങ്ങനെ പല വിഷമങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസീത് ഒരുപാട് ഉമ്മമാരുണ്ട്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ. ഈ മജ്ലിസ് കൊണ്ട് അവർക്കൊക്കെ വലിയ വിജയവും നേട്ടവും നീ നൽകണേ. ഇരു ലോകത്തും നീ ഇസ്സത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ നമുക്ക് അഫ്ളലു ദിക്ർ ചെല്ലാം. ശ്രേഷ്ഠമായ ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് അഫ്ളലു ദിക്ർ. അല്ലാഹുവേ, നമുക്ക് ആ അഫ്ളലു ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോന് നമുക്ക് നല്ല ഈമാനും മരണസമയത്ത് അത് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകരിക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തും ഞങ്ങളെ നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ നാഥാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 10 തവണ ചൊല്ലിയാൽ 4 ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട അടിമകളെ മോചിപ്പിച്ച കൂലി അല്ലാഹു നൽകുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദിക്ർ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له
ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കബൂലാക്കണേ അല്ലാഹ്. 10 തവണ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദിക്ർ ഞങ്ങൾ ചൊല്ലി. അല്ലാഹുവേ ഇസ്മായിൽ സന്തതികൾപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ച കൂലി അല്ലാഹു നൽകുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 10 തവണ നമുക്ക് ശ്രേഷ്ഠമായ ഒരു ദിക്ർ ചൊല്ലാം. ഈ റബീഉൽ അവ്വലിൽ നമുക്ക് ധാരാളം ചൊല്ലേണ്ട ഒരു ദിക്റാണത്. വല്ലാത്ത മഹത്താണതിന്. ആ ദിക്റിന് വല്ലാത്ത മഹത്താണ്. അല്ലാഹു ദാരിദ്ര്യത്തെ തൊട്ട് നമ്മളെ കാക്കും. ഖബർ ശിക്ഷയെ തൊട്ട് അല്ലാഹുവിന്റെ കാവലുണ്ടാകും. റബ്ബ് നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദുൽ അമീൻ. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. അല്ലാഹുവേ, ശ്രേഷ്ഠമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ. ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ. ഞങ്ങളെ ഇണയ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ. ഞങ്ങളെ വീട്ടിലും കുടുംബത്തിലും ജോലിയിലും ഞങ്ങളെ മക്കളെ ജോലിയിലും ഭർത്താവിന് ജോലിയൊക്കെ നീ ബറക്കത്തും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, 33 തവണ അള്ളാഹുവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് ഇസ്തിഗ്ഫാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. 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 പടച്ചോനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ. പ്രയാസങ്ങളും സങ്കടങ്ങളും ടെൻഷനുകളും മാറ്റി തരണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയുടെ മനോഹരമായ ഇന്നത്തെ ദിവസത്തിൽ ഹബീബായ തങ്ങളെ മേൽ നമുക്ക് സ്വലാത്ത് ചൊല്ലാം. 100 സ്വലാത്ത് നമുക്ക് ചൊല്ലാം. സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ്, റബീഉൽ അവ്വലാണ്.
അള്ളാഹു ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ, നേട്ടങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുകയാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് ആമീൻ പറയുക. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളാണ്. അള്ളാഹുവേ കബൂലാക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه سيدنا محمد صلى الله عليه وسلم. اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا ولأساتذتنا ولمشايخنا ولأزواجنا ولذرياتنا ولأقربائنا ولمن ماتوا منا ولمن أوصانا بالدعاء ولجميع المؤمنين والمؤمنات. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയത് ചൊല്ലിയതെല്ലാം സ്വീകരിക്കണേ. ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് അതിന്റെ സവാബിന്റെ മിസ്ലെത്തിച്ചു കൊടുക്കണേ. അല്ലാഹുവേ, അവിടത്തേക്ക് വസീലത്തും ഫളീലത്തും നൽകണേ. ഒരുപാട് തവണ അവിടത്തെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാ, പുണ്യമായ മദീനയിൽ പോവാൻ ഭാഗ്യം നൽകണേ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകണേ. റസൂലുള്ളാഹിനെ കാണാൻ ഭാഗ്യം നൽകണേ. അവിടുത്തെ ശഫാഅത്തിൽ ഉൾപ്പെടാൻ ഭാഗ്യം നൽകണേ. റിവാഉൽ ഹംദ് എന്ന അവിടുത്തെ പതാകക്ക് കീഴിൽ അണിനിരക്കാൻ ഭാഗ്യം നൽകണേ. ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണേ. സ്വർഗത്തിൽ അവിടുത്തെ തിൽക്കല്യാണത്തിൽ കൂടാൻ ഭാഗ്യം നൽകണേ. അല്ലാ, എല്ലാ അംബിയാ മുർസലീങ്ങൾ ഔലിയാക്കൾ ഞങ്ങൾക്ക് കടപ്പാടുള്ള മഹാന്മാർ ഞങ്ങൾ ഉസ്താദുമാരുടെ അർവാഹിലേക്കും എത്തിക്കണേ. അവരുടെ ദർജ ഉയർത്തണേ. അല്ലാ, മഹാനായ നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാമിലേക്ക് എത്തിക്കണേ. അവിടുത്തെ ദർജ ഉയർത്തണേ. അല്ലാ, അവിടുത്തെ മദദും നുസ്റത്തും ഫൈലും ഞങ്ങൾക്ക് നൽകണേ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ. അല്ലാഹ്, ഞങ്ങളുടെ തെറ്റുകളും ദോഷങ്ങളും വീഴ്ചകളൊക്കെ നീ മാപ്പാക്കണേ. പഠിച്ചോനെ, നല്ലവരിൽ ഉൾപ്പെടുത്തണേ. അല്ലാ, ഈമാനും തഖ്വയും പൂർണ്ണമാക്കി തരണേ. അല്ലാ, ഹറാമുകളെ തൊട്ട് കാവൽ നൽകണേ. പഠിച്ചോനെ, മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകി മനസ്സിന് സകീനത്തും റാഹത്തും നൽകണേ. അല്ലാ, പഠിച്ചവനെ, ശമാഅത്തുൽ അഅദാഇനെ തൊട്ട് നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ. ഒരു ഫളീഹത്തിലും പെടുത്തല്ലേ. അല്ലാ, ഒരുപാട് പേര് ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞിട്ടുണ്ട് നാഥാ. അവർക്കൊക്കെ പല സങ്കടങ്ങളുണ്ട്, പല വിഷമങ്ങളുണ്ട് നാഥാ. അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ, സങ്കടങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ. അല്ലാ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പല പ്രയാസങ്ങളുണ്ട്, കഠിനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ. അല്ലാ, ഈ മജ്ലിസ് കൊണ്ട്
ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും പടച്ചോനെ രണ്ട് ലോകത്തും വിജയത്തിലും ഇസ്സത്തിലുമാക്കണേ. അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ പടച്ചോനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് നാഥ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, അയൽവക്കത്തുണ്ട് നാഥ. ഞങ്ങൾക്കും അവർക്കും നീ ശിഫാ നൽകണേ, വേദനകൾക്ക് ശിഫാ നൽകണേ, ആഫിയത്തും ഹിദായത്തും ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. മാരക രോഗങ്ങളുടെ അണുക്കൾ ഞങ്ങളുടെ ആരുടെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ ഈ ദിവസത്തിന്റെ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ കരിച്ചു കളയണേ. ആഫിയത്തോടെ ഇസ്സത്തോടെയുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചോനെ ഖൈറിലേക്ക് ഞങ്ങൾ അടുപ്പിച്ചു തരണേ, ഖൈറിനെ ഞങ്ങളിലേക്ക് അടുപ്പിച്ചു തരണേ. അതിന് തടസ്സം ഖൈറ് ഞങ്ങളിലേക്ക് എടുത്തുന്നതിന് തടസ്സം എന്തുണ്ടോ ആരുണ്ടോ ആ തടസ്സങ്ങളൊക്കെ നീ നീക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഖൈറായ വീട് നൽകണേ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട്, ഉദ്ദേശിച്ചതിലും വേഗത്തിൽ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, അവിടെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകണേ. അവർക്കുള്ള എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചോനെ മക്കളില്ലാത്തവരുണ്ട്, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് സ്വലീഹീങ്ങളായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, അവർക്ക് റാഹത്ത് നൽകണേ. അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ, അവരുടെ ഗർഭം നിലനിർത്തി കൊടുക്കണേ. സ്വലീഹീങ്ങളായ സ്വലിഹായ പടച്ചോനെ ആന്തരികവും ബാഹ്യവുമായി ന്യൂനതകളില്ലാത്ത ആരോഗ്യമുള്ള സ്വലിഹായ മക്കളെ നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ എല്ലാ അപകട മുസീബത്തുകളിൽ നിന്നും കാവല് നൽകണേ പടച്ചോനെ. അല്ലാഹുവേ കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, അത് വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ. പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയത്തിലാക്കി തരണേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ അർവാഹിലേക്ക് ഇതിന്റെ സവാബിന്റെ മിസിലെത്തിക്കണേ. അവർക്ക് പുറത്തു കൊടുക്കണേ. അത് ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കണേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين.